ശ്രീമതി കെ എസ് ജയ, എന്തായാലും ഇവരൊക്കെ സൂചിപ്പിച്ചതുപോലെ അതിന് പിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാളത്തെ വരവിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. നാളത്തെ ആ വരവിന് പ്രധാനമന്ത്രിയുടെ ആ ഷോയെ കോൺഗ്രസ് ആണോ അതോ ഇടതുപക്ഷമാണോ അതോ UDF ആണോ ഭയക്കുന്നത് കൂടുതൽ? ഒരു ഇടതുപക്ഷം ഒരിക്കലും അതിനെ ഭയപ്പെടുന്നേയില്ല. കാരണം ഇത് നവോത്ഥാന കേരളവും സാംസ്കാരിക കേരളവുമാണ്. കേരളം കേരളമായി രൂപാന്തരപ്പെട്ടതിന് പിന്നിൽ ഒട്ടനവധി ത്യാഗോജ്വലമായ പോരാട്ടങ്ങൾ നടത്തിയ ചരിത്രമുണ്ട് നമുക്ക്. ആ ചരിത്രത്തിന്റെ പിന്തുടർച്ച അവകാശപ്പെടുന്നവരാണ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശ്ശൂരിലെ ജനങ്ങൾ. അതുകൊണ്ട് തന്നെ BJP ഇവിടെ സുരേഷ് ഗോപി അല്ല, അതിനപ്പുറത്ത ആളുകൾ വന്ന് മത്സരിച്ചാൽ പോലും യാതൊരു കോട്ടവും തട്ടാതെ ഇടതുപക്ഷത്തിന്റെ ഉരുക്കു കോട്ടയായി തൃശ്ശൂര് നിലനിർത്തുമെന്നുള്ള കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് നേരിയ ഡിഫറൻസ് ഉണ്ടായിരുന്നോള്. ഇടതുമുന്നണിയും സുരേഷ് ഗോപി തമ്മിലുള്ള വോട്ട് ഷെയർ നേരിയ ഡിഫറൻസ് ഉണ്ടായിരുന്നോള്. കഴിഞ്ഞ പ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നാം നോക്കിക്കാണേണ്ട മറ്റൊരു രാഷ്ട്രീയ വശം കൂടിയുണ്ട് എന്നുള്ളതാണ്. ഇവിടെ BJP അധികാരത്തിൽ വരും എന്നുള്ളത് കൊണ്ട് BJPയെ പ്രതിരോധിക്കാൻ ദേശീയ ലെവലിൽ ഒരു ഇടതുപക്ഷ പ്ലാറ്റ്ഫോം വികസിച്ചിട്ടില്ല എന്നുള്ള തിരിച്ചറിവ്, ഒരു അബദ്ധധാരണ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കുണ്ടായപ്പോൾ കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വരാതിരിക്കുന്നതിനു വേണ്ടി കേരളത്തിൽ നിന്ന് കോൺഗ്രസിനെ ജയിപ്പിക്കുക എന്നുള്ള ഒരു നിലപാട് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ എടുത്തതുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ 19 സീറ്റില് ഇവിടെ നിന്ന് കോൺഗ്രസ് ജയിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമല്ല ഇന്ന് കേരളത്തിൽ ഉള്ളത്, ഇന്ത്യയിൽ ഉള്ളത് എന്ന് നാം തിരിച്ചറിയണം. ഈ അടുത്ത കാലത്ത് നടന്ന മുഴുവൻ തെരഞ്ഞെടുപ്പുകളുടെ ചിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ എവിടെയാണ് BJPയുടെ രാഷ്ട്രീയം എവിടെ എത്തി നിൽക്കുന്നു എന്ന് പറയുന്നത്. ഇവിടെ എന്റെ പ്രിയ സുഹൃത്ത് നവ്യ ഹരിദാസ് പറഞ്ഞു, ഇതൊരു രാഷ്ട്രീയ ഇടപെടലേ അല്ലാന്നു. ഒരു കാര്യം മനസ്സിലാക്കുക, ഇത്തരം രാഷ്ട്രീയ ഗിമ്മിക്കുകളെ കൊണ്ട് ഇതൊരു രാഷ്ട്രീയ ഗിമ്മിക്കാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, വ്യത്യസ്ത മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ കൊണ്ട് അണിനിരത്തുന്നു, വേദി അലങ്കരിക്കപ്പെടുന്നു എന്ന് പറയുന്നു. വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന 24 ജാനുവരി മാസത്തിൽ പ്രഖ്യാപിക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആധിപത്യം ഉറപ്പിക്കുക എന്നുള്ളത്. പക്ഷെ ഒറ്റക്കെട്ടായിട്ട് അരക്കിട്ടുറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയും, പൊടി പോലും ഉണ്ടാകില്ല ഇവിടെ BJPക്ക് കണ്ടുപിടിക്കാനായിട്ട് എന്ന് യാതൊരു തർക്കവുമില്ല. അത് വ്യക്തമാണ്.